ടെക്നിക്കലി അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്നതും റീസണബിൾ പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നതുമായ 2 ക്വാളിറ്റി സ്റ്റോക്കുകളെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വഴി പരിചയപ്പെടുന്നത്. ഒന്നാമത്തേത് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 0.5% ഉയർന്ന് 353 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2.25 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 141, 52 വീക്ക് ഹൈ 394, 52 വീക്ക് ലോ 204. ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഈ മാസം 7% റിട്ടേൺ നൽകി. കഴിഞ്ഞ 6 മാസം കൊണ്ട് ഫ്ലാറ്റ് റിട്ടേൺ ആണ് നൽകിയത്. കഴിഞ്ഞ ഒരു വർഷത്തെ അല്ലെങ്കിൽ 2024 വർഷത്തെ കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ 50%-നടുത്ത് റിട്ടേൺ സ്റ്റോക്ക് നൽകുകയും ചെയ്തു. ജിയോ ഫിനാൻഷ്യൽ സർവീസുമായി ബന്ധപ്പെട്ട് 2 ദിവസം മുമ്പ് പുറത്തു വന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ്. സിംഗപ്പൂർ ബേസ്ഡ് കമ്പനിയായ ബ്ലാക്ക് റോക്ക് അഡ്വൈസേഴ്സ് സിംഗപ്പൂർ പ്രൈവറ്റ് ലിമിറ്റഡും ജിയോ ഫിനാൻഷ്യൽ സർവീസും ജിയോ ബ്ലാക്ക് റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി ആരംഭിച്ചു എന്നുള്ള അപ്ഡേറ്റ്. ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ജോയിൻറ്റ് വെഞ്ചർ കമ്പനിയിൽ ജിയോ ഫിനാൻഷ്യൽ 3 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. ജിയോ ഫിനാൻഷ്യൽ സർവീസ് മുകേഷ് അംബാനി നയിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസിൽ നിന്നും ഡീമർജ് ചെയ്ത ഒരു ഫിൻ സർവീസ് കമ്പനിയാണ്. ഈ കമ്പനി ആൾറെഡി വെൽത്ത് ആൻഡ് അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയായ ബ്ലാക്ക് റോക്കുമായി വിവിധ ടൈപ്പുകളിൽ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജിയോ ഫിനാൻഷ്യൽ സർവീസ് വളരെ അട്രാക്റ്റീവ് പ്രൈസിൽ ലഭിക്കുന്നു. സ്റ്റോക്കിൽ ഒരു കറക്ഷന് ശേഷം ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വരികയും ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് ലെവലിനടുത്ത് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. 380-നടുത്ത് ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 370 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 370 എന്ന ലെവൽ മറികടന്നാൽ സ്റ്റോക്ക് 400, 420 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. അട്രാക്റ്റീവ് ലെവലിൽ ലഭിക്കുന്ന രണ്ടാമത്തെ സ്റ്റോക്ക് ടാറ്റ സ്റ്റീലാണ്. ടാറ്റ സ്റ്റീലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പ്രധാന അപ്ഡേറ്റാണ്. UK ഗവൺമെൻറ് ടാറ്റ സ്റ്റീലിന് 50 മില്യൺ പൗണ്ടിൻ്റെ ഗ്രാൻഡ് നൽകും എന്നുള്ളൊരു അപ്ഡേറ്റ്. ടാറ്റ സ്റ്റീൽ എന്ന കമ്പനി ഗ്രീൻ സ്റ്റീൽ മേക്കിംഗ് ഫർണസിലേക്ക് മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ മുമ്പ് ഋഷി സുനക് ലീഡ് ചെയ്ത കൺസർവേറ്റീവ് ഗവൺമെൻറ് ടാറ്റ സ്റ്റീലിന് 500 മില്യൺ പൗണ്ടിൻ്റെ ഗ്രാൻഡ് പ്രഖ്യാപിച്ചിരുന്നു. ബ്രിട്ടനിൽ സർക്കാർ ചേഞ്ച് ആവുകയും ലേബർ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വരികയും ചെയ്ത സാഹചര്യത്തിൽ 500 മില്യൺ പൗണ്ടിൻ്റെ ഗ്രാൻഡ് മുടങ്ങുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് അപ്ഡേറ്റാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതായത് UK ഗവൺമെൻറ് 500 മില്യൺ പൗണ്ടിൻ്റെ ഗ്രാൻഡ് ടാറ്റ സ്റ്റീൽ എന്ന കമ്പനിക്ക് നൽകും. ഇത് ടാറ്റ സ്റ്റീലിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. ടാറ്റ സ്റ്റീലിന് 8-ലധികം മാനുഫാക്ചറിംഗ് പ്ലാന്റുകളാണ് UKയിലുള്ളത്. കമ്പനിയുടെ പെർഫോമൻസ് നോക്കിയാൽ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് 13% റിട്ടേണും ഇയർ ടിൽ ഡേറ്റിൽ 6.9% റിട്ടേണും നൽകി. 32 അനലിസ്റ്റുകളിൽ 14 അനലിസ്റ്റുകളും ടാറ്റ സ്റ്റീലിന് ബൈ എന്ന റേറ്റിംഗ് നൽകി. 9 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗും 9 അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട്. ടെക്നിക്കലി ടാറ്റ സ്റ്റീൽ 150-നടുത്ത് ട്രേഡ് ചെയ്യുന്നു. 140 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. 140-നും 170-നും ഇടയിലുള്ള റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഈ 2 റേഞ്ചിനും ഇടയിലുള്ള മൂവ്മെൻ്റ് ആണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 170 ഒരു പ്രധാന റെസിസ്റ്റൻസ്. 170 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ 180, 200 തുടങ്ങിയ ലെവലുകളിലേക്ക് സ്റ്റോക്ക് ഉയരാനും സാധ്യതയുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്